മെർച്ചന്റ് നേവിയില് ലഭിക്കുന്ന പറയുന്ന സാലറി ലക്ഷങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് സത്യമുള്ളതാണോ അല്ലെങ്കിൽ വെറുതെ ഒരു ഹൈപ്പിന് വേണ്ടി കൊടുക്കുന്നതാണോ? കാഡറ്റ്സിന് ശരിക്കും എത്ര സാലറി ഉണ്ട്? ക്യാപ്റ്റന്റെ സാലറി 10 ലക്ഷമാണ് ഒരു മാസം എന്ന് പറയുന്നുണ്ട്. ഇത് സത്യമായിട്ടുള്ള കാര്യമാണോ? ഇതൊക്കെ നിങ്ങളുടെ ഡൗട്ട് അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റാങ്ക് വൈസ് ആയിട്ടുള്ള സാലറി നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കണേ. കാരണം ഈ സാലറീസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് പറയുന്നത് റാങ്ക്, അതുപോലെ കയറുന്ന കപ്പല്, ഏത് ടൈപ്പ് കപ്പലാണ്, ഏത് കമ്പനിയാണ് എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ മെർച്ചന്റ് നേവിയിലെ ഒരു ജോലി എന്നുള്ളത് സ്വപ്നം കാണുന്നവർക്കൊക്കെ ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും. സാലറി എത്രയാണ് ഷിപ്പിലെ സാലറി കിട്ടുന്നത്, ഏതൊക്കെ റാങ്കിന് എത്രയൊക്കെയാണ് സാലറി ലഭിക്കുന്നത് എന്നുള്ളത് കമ്പനി എപ്പോഴും റാങ്കിനെയും അതുപോലെ വെസൽ ടൈപ്പിനെയും കമ്പനീസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഓരോ റാങ്കിലുള്ള ആൾക്കാർക്കും എത്രയാണ് ഷിപ്പില് സാലറി ലഭിക്കുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഡെക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം നോക്കാം. ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ്, അതായത് ഒരു ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോലിക്ക് കയറുന്ന ആൾക്കാർ ആദ്യം തന്നെ കിട്ടുന്ന പോസ്റ്റ് ആണ് അല്ലെങ്കിൽ റാങ്ക് ആണ് ഡെക്ക് കാഡറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡെക്ക് കാഡറ്റിന് എത്രയായിരിക്കും സാലറി ലഭിക്കുന്നത്? അപ്രോക്സിമേറ്റ്ലി ഒരു 25,000 തൊട്ടിട്ട് 70,000 വരെ സാലറി ലഭിക്കും. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കയറിയ വെസൽ ടൈപ്പ് ഏതാണെന്നുള്ളത്, കമ്പനി ഏതാണെന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയാണ് ഈ 25,000 തൊട്ടിട്ട് 70,000 വരെ എന്നുള്ളൊരു വേരിയേഷൻസ് വരുന്നത്. ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ലേണിംഗ് ഫേസ് ആണ്. അതായത് എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ഷിപ്പിൽ ജോയിൻ ചെയ്ത പാടുള്ള സമയം. ഈ ഡെക്ക് കാഡറ്റ് ആയിട്ടുള്ളവർക്ക് സി ടൈം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊമോഷൻ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. അങ്ങനെ പ്രൊമോഷനും ലഭിക്കുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ റാങ്കും ഇൻക്രീസ് ആകും, സാലറിയും ഇൻക്രീസ് ആകും. ഇനി നമുക്ക് തേർഡ് ഓഫീസറിന്റെ സാലറി നോക്കാം. സെക്കൻഡ് മീറ്റ് എക്സാം എഴുതിയതിനു ശേഷം ഈ ഒരു തേർഡ് ഓഫീസർ ആകാം. ഇവർക്ക് വരുന്ന സാലറി എന്ന് പറയുന്നത് 2.5 ലക്ഷം തൊട്ടിട്ട് 4 ലക്ഷം വരെയാണ്. ഇത് അപ്രോക്സിമേറ്റ് റേഞ്ച് ആണ്. ഈ പറഞ്ഞതുപോലെ കമ്പനിയും വെസൽ ടൈപ്പിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നേവിഗേഷൻ വാച്ച്, സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ്. സെക്കൻഡ് ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നേവിഗേഷൻ പ്ലാനിങ് ആണ്. ഇവർക്ക് കിട്ടുന്ന സാലറി എത്രയാണ്? 3.5 ലക്ഷം തൊട്ടിട്ട് 5 ലക്ഷം വരെ സാലറിയാണ് സെക്കൻഡ് ഓഫീസറിന് ലഭിക്കുന്നത്. നെക്സ്റ്റ് ചീഫ് ഓഫീസറുടെ കാര്യം നോക്കാം. കാർഗോ ഓപ്പറേഷന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇവർക്ക് വരുന്നത്. ക്യാപ്റ്റൻ കഴിഞ്ഞാല് സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് പറയുന്നതും ഈ ചീഫ് ഓഫീസർ ആണ്. ഇവരുടെ സാലറി വരുന്നത് 5 തൊട്ടിട്ട് 8 ലക്ഷമാണ്. പെർ മന്തിലെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. ഇതും അപ്രോക്സിമേറ്റ് റേഞ്ച് ആണ്. നെക്സ്റ്റ് എൻഡിഒ വെസലിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുടെ സാലറി നോക്കാം. അതാരാണ്? വേറെ ആരാ? ക്യാപ്റ്റൻ, മാസ്റ്റർ മെറൈനർ. ഈ ഒരു ക്യാപ്റ്റന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 8 തൊട്ടിട്ട് 10 ലക്ഷം. ഈ ഒരു ക്യാപ്റ്റന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 7 ലക്ഷം തൊട്ടിട്ട് 15 ലക്ഷം വരെയാണ്. ഇതും അപ്രോക്സിമേറ്റ് റേഞ്ച് ആണ്. ഡിഫറെന്റ് ചെയ്യും കമ്പനി അനുസരിച്ചും വെസൽ ടൈപ്പും ഷിപ്പ്, അതായത് ഓയിൽ ടാങ്കർ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സാലറി കൂടുതലായിരിക്കും. പിന്നെ ക്യാപ്റ്റനായിട്ട് എക്സ്പീരിയൻസ് കൂടുന്നതോറും സാലറിയിലും ഇൻക്രീസ് വരും. നമുക്ക് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം നോക്കാം. എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു റാങ്ക് എന്ന് പറയുന്നത് 4th എഞ്ചിനീയർ ആണ്. ഇവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു 40,000 ടു ഒരു 80,000-90,000 ഒക്കെ വരും. ഇത് പറഞ്ഞതുപോലെ വേരി ചെയ്യും. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആണ്. തേർഡ് എഞ്ചിനീയർ ആവുന്ന സമയത്ത് ഒരു 3.5 ലക്ഷം തൊട്ടിട്ട് 5 ലക്ഷം വരെയൊക്കെ ലഭിക്കും. സെക്കൻഡ് എഞ്ചിനീയർ ആവുമ്പോൾ 5 ലക്ഷം തൊട്ടിട്ട് 8 ലക്ഷം വരെ മാസം സാലറി ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിന്, അതായത് നമ്മുടെ ചീഫ് എഞ്ചിനീയർക്ക് എത്ര സാലറി ലഭിക്കുമെന്ന് നോക്കാം. പെർ മന്ത് അപ്രോക്സിമേറ്റ്ലി 8 to 12 ലാക്സ് വരെ ലഭിക്കാം. ഇതും ഈ പറഞ്ഞതുപോലെ ഷിപ്പിന്റെ ടൈപ്പ്, ഓയിൽ ടാങ്കർ ഒക്കെ ആണെങ്കിൽ കൂടുതൽ സാലറി ലഭിക്കും. പിന്നെ ഇന്ത്യൻ വെസൽ ആണോ, ഫോറിൻ ഗോയിങ് വെസൽ ആണോ, അതുപോലെ എത്രയാണ് എക്സ്പീരിയൻസ്. ചീഫ് എഞ്ചിനീയർ ആയിട്ട് ഒരുപാട് നാൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സാലറിയും അതുപോലെ തന്നെ കൂടുതലായിരിക്കും. ഇനി ഈ ഒരു സാലറി സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കാം. ഓഫീസേഴ്സിനൊക്കെ സാലറി പേ ചെയ്യുന്നത് മന്ത്ലി ആണ്. അതായത് 6 to 9 അവരുടെ കോൺട്രാക്ട് വരുന്നുണ്ടല്ലോ, ആ ഒരു സമയത്ത് മാസമായിട്ടായിരിക്കും സാലറി ലഭിക്കുന്നത്. ഇനി NRI സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ടാക്സ് ഉണ്ടാവില്ല, ടാക്സ് ഫ്രീ ആയിട്ട്. ലീവിന്റെ സമയത്ത്, നാട്ടിൽ പോയിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും സാലറി ലഭിക്കുന്നതായിരിക്കില്ല. ചില കമ്പനീസ്, ചുരുക്കം ചില കമ്പനീസ് അങ്ങനെ ഹാഫ് സാലറി ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒട്ടുമിക്ക കമ്പനീസും ലീവ് ടൈമിൽ പേയ്മെന്റ് ചെയ്യുന്നില്ല. മെർച്ചന്റ് നേവിയിലെ സാലറി എന്ന് പറയുന്നത് എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ റാങ്ക്,
ഹാർഡ് വർക്ക്, എക്സാംസ് ഇതൊന്നും ഇല്ലാതെ ഈ ലക്ഷങ്ങളുള്ള സാലറി ഒരിക്കലും ഒരാൾക്കും ലഭിക്കില്ല. ക്യാഷ് മാത്രം കണ്ടിട്ട് ആരും ഈ ഒരു മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ നിൽക്കരുത്. നമ്മുടെ മെർച്ചന്റ് നേവിയെ കുറിച്ചിട്ടുള്ള കോഴ്സുകളെയും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു യൂട്യൂബ് പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മെർച്ചന്റ് നേവി എന്ന് പറഞ്ഞിട്ട്. സോ അത് കാണാത്തവർ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കണേ. ഇന്നത്തെ വീഡിയോ മെർച്ചന്റ് നേവിയിലെ സാലറിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ക്യൂരിയസ് ആയിട്ട് ഇരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോസ് ഒക്കെ ഉപകാരപ്പെട്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്, മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഞാൻ അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.